ഇതാണ് എറണാകുളം KSRTCയുടെ അവിടെയുള്ള ടോയ്ലറ്റിൻ്റെ മുൻഭാഗം എന്ന് പറയുന്നത്. എൻട്രൻസ് എന്ന് നോക്കൂട്ടോ, വെള്ളം കെട്ടി നിൽക്കുകയാണ്, ചെളിവെള്ളമാണ്. ഇത് വർഷങ്ങളായിട്ട് ഇങ്ങനെ കെട്ടി നിൽക്കുകയാണ്. ഇവിടെ ഉള്ള ഒരു എൻട്രൻസ് എന്ന് പറയുന്നത് കഷ്ടപ്പെട്ടിട്ട് ഉണ്ടാക്കിയിട്ടുള്ളത് അവിടെയാണ്. ഇതിൻ്റെ എൻട്രൻസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കൊതുകിനെ, ഒരു നഗരത്തിലേക്ക് വേണ്ട മുഴുവൻ കൊതുകിനെയും സപ്ലൈ ചെയ്യാനായിട്ട് ഇതുപോലത്തുള്ള എൻട്രൻസുകൾക്ക് കഴിയും. ഓക്കെ, ടോയ്ലറ്റ് എന്ന് പറഞ്ഞാൽ ഈ ഉള്ളിൽ ചെന്ന് കഴിഞ്ഞാൽ അത്രയ്ക്കും വൃത്തികേടാണ്. ഇവിടെ നമ്മളെ ജനപ്രതിനിധികൾ എന്തിനു വേണ്ടിയാണ് നിലകൊള്ളുന്നത് എന്നുള്ളതാണ്. ആർക്ക് വേണ്ടിയാണ് ഇവിടെ നിലനിൽക്കുന്നത് എന്നുള്ളതാണ്. ജനങ്ങൾക്ക് അനുകൂലമായിട്ട് വികസനങ്ങൾ ഉണ്ടാക്കി വെച്ച വികസനങ്ങൾ പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ കഴിയുന്നില്ലെങ്കിൽ നമ്മൾ എന്തിനാണ് ഈ ഒരു ജനപ്രതിനിധിയെ വിജയിപ്പിച്ചത്? ഇനി ഒരുപാട് വട്ടം നമ്മളിത് മറന്നു കഴിഞ്ഞ് ഇവരെ വീണ്ടും ജയിപ്പിക്കരുത്. ഇത് പ്രവർത്തിക്കാനുള്ള ഫണ്ട് പ്രോപ്പറായിട്ട് വന്നിട്ട് പോലും ഇതാണ് അവസ്ഥ. കണ്ടില്ലേ? അവിടേക്കൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിലും ഇത് തന്നെയാണ് അവസ്ഥ. വെള്ളം കെട്ടിക്കെടുക്കാണ്. ഈ കടയുടെ അവിടേക്കടക്കം വെള്ളം കെട്ടിക്കെടുക്കുകയാണ്. പ്രോപ്പറായിട്ടുള്ള മെയിൻ്റെനൻസ്, ക്ലീൻ ആക്കുന്ന പരിപാടി ഇവിടെ ഇല്ല. പകർച്ചവ്യാധികൾ, മഞ്ഞപ്പിത്തം, പറഞ്ഞ പോലെയുള്ള പല രോഗങ്ങളും പകരാനായിട്ട് ഇതൊക്കെ ഒരു കാരണമാണ്. അതേപോലെ തന്നെ നമ്മുടെ KSRTCയിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ഏരിയ, അതായത് എല്ലായിടങ്ങളിലും കച്ചവടം ചെയ്യാനായിട്ടുള്ള കടകൾ നിറയുണ്ടായിരുന്നു. ഇപ്പോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഫ്രണ്ട് സൈഡിൽ കാണുന്ന കടകൾ മാത്രമാണ് എറണാകുളം KSRTCയിലുള്ളത്. ഇപ്പോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കണ്ടില്ലേ, പ്രോപ്പറായിട്ടുള്ള ക്ലീനിങ്ങോ കാര്യങ്ങളോ ഇല്ലാതെ ആകെ തകർന്ന് എടുക്കുകയാണ്. ഇപ്പുറത്തേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിലും ആകെ ഇതൊക്കെ കച്ചവടം നടന്നിരുന്ന ഒരു സ്ഥലമാണ്. ഇവിടെ ഏത് രീതിയിലാണ് വികസനം എന്ന് പറയുന്നത് പ്രാവർത്തികമാകുന്നത്? ഇവിടെ ഏത് രീതിയിലാണ് വികസനമുള്ളത്? സാധാരണ ജനങ്ങൾ ഉപയോഗിക്കുന്ന KSRTC സ്റ്റാൻഡ്, എറണാകുളത്തുള്ള KSRTC സ്റ്റാൻഡിൻ്റെ അവസ്ഥയാണെങ്കിൽ ഇതാണെങ്കിൽ ജനങ്ങളുടെ അവസ്ഥ എന്താണ്? അത് മനസ്സിലാക്കാത്ത ജനപ്രതിനിധികൾക്ക് ഒരു വട്ടം പോലും, ഇനി എത്ര വർഷം കഴിഞ്ഞെന്നാലും ഒരു വട്ടം പോലും വോട്ട് ചെയ്യാതിരിക്കുക എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ബൈ.